ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസത്തെ പോലെ ഇന്നും ഞാൻ ഓടാനിറങ്ങി. പ്രകൃതിയൊക്കെ ശാന്തമായിട്ട് നിൽക്കണം കേട്ടോ. റോട്ടിലൊന്നും ആരുമില്ല. പിന്നെ ആകെ ഉള്ളത് മദ്രസയിലേക്ക് പോണ കുട്ടികൾ, രാവിലെ സൈക്കിളിൽ പോണ കുട്ടികൾ മാത്രമേ ഉള്ളൂ. രാവിലെ ഇറങ്ങുമ്പോൾ ഇതുപോലെ കല്ല് കയ്യിൽ കരുതണം. നാട്ടിൽ ഇഷ്ടം പോലുള്ള ഏരിയയാണ് നമ്മളെ ഏരിയ. ആ കല്ല് തിരിച്ചു വരുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ സ്ഥലത്ത് തന്നെ വെക്കും. നാളെ അത് ആവശ്യമുള്ളതാണേ. ഞാൻ വീടിൻ്റെ മുമ്പ് നിന്ന് എടുക്കൽ. വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിൽ വണ്ടി ഇന്നലെ രാത്രി പഞ്ചറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പഞ്ചർ ഒട്ടിക്കാൻ ആൾ വരും. അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ബേക്കിലെ ടയർ പറ്റ തീർന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എന്നാണ് ലൈനിൽ ഓടേണ്ട ദിവസമാണ്. കുറച്ച് ലോങ് ഓട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ ഷോക്സും ഷൂ ഒക്കെ മാറ്റി വെച്ചു, ഇല്ലെങ്കിൽ 5 വെളിച്ചപ്പോഴളവും. അതിനുശേഷം ഞാൻ ചെരുപ്പിട്ട്, നമുക്ക് അബായ ചെരുപ്പാണ് എല്ലാത്തിനും അടിപൊളി. പിന്നെ എൻ്റെ കോഴികൾ എന്നെ കണ്ടപ്പോഴേക്ക് ബ്ലാക്ക് കൂട് പൊളിക്കൽ തുടങ്ങിട്ടോ. ബ്ലാക്കിനെ വിട്ട് കഴിഞ്ഞാൽ ബ്ലാക്കിന് ഞാൻ നല്ലോണം ഒന്ന് തടവണം. അവളെ രോമൊക്കെ ഒന്ന് തടഞ്ഞ് മുടിയൊക്കെ ചീന്തി കൊടുത്താൽ മാത്രമേ അവൾ ടോയ്ലറ്റിൽ വരെ പോവുള്ളൂ. അപ്പോൾ അവൾ അപ്പിട്ടുണ്ടെങ്കിൽ കയറിൽ വിടലാണ്. ഇവിടെ ഒരുപാട് നായ്ക്കളുണ്ട്. നായ്ക്കളുടെ ശല്യം കൂടുതലാണ്. അവളെന്തായാലും അവൾക്ക് സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ അവൾ നേരെ പിന്നെ ടോയ്ലറ്റിൽ പോകും. ടോയ്ലറ്റിൽ പോകണമെങ്കിൽ കയറ് വിട്ടതാട്ടോ. കയറ് വിട്ടിൽ ആ നായ്ക്കളുടെ ശല്യം ഞാൻ പറഞ്ഞിരുന്നത്. ഒരുപാട് നാടൻ നായ്ക്കളുണ്ട് അവിടെ. അവർ കടിക്കും. പിന്നെ ഇത് ഫീമെയിൽ ആയതുകൊണ്ട് അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഞാൻ കയറിൽ വിടും. അവളെ കാര്യങ്ങൾ കഴിഞ്ഞ് വരുന്ന സമയം കൊണ്ട് ഞാൻ എൻ്റെ കോഴിക്കളൊക്കെ വിടും. കോഴിക്കൾ ഒരുപാട് കോഴിക്കളുണ്ടായിരുന്നു. കുറേ ഞാൻ വിറ്റതാണ്. വിൽക്കാനുള്ള കാരണമുണ്ട് കേട്ടോ. നമ്മളാണ് ഇവരെ കൊന്നു തിന്നൂല്ല. തിന്നണ നായ്ക്കളും പൂച്ചാളും കുറുക്കന്മാരും കൊണ്ടുപോകാനുള്ളൂ. വീണ്ടും അവളെൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ അവളെ മുടിയൊക്കെ ഒന്ന് ചീങ്കി മിനുക്കി. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു പൊടി വേണ്ട, ആ പൊടിയൊക്കെ ഇട്ട് ചെള്ളൊക്കെ ഉണ്ടെങ്കിൽ പോവും. അതൊക്കെ തേച്ച് മിനുക്കി അവളെ കുട്ടപ്പനാക്കി. ഇനി അവൾക്ക് കറക്റ്റ് 7 മണിയാകുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കും. 7 മണി 7:30 അതിനുള്ളിൽ ഞാൻ ഫുഡ് കൊടുക്കും. ഫുഡ് നമ്മൾ കൊടുക്കുന്നത് ഈ ചിക്കൻ്റെ ലിവർ, അതുപോലെ ഷവർമേൻ്റെ എല്ല്, ഇത് മിക്സായിട്ട് നല്ല ചോറിട്ട് കുഴച്ചിട്ടാണ് കൊടുക്കുക. അതുപോലെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഒരു 100 അല്ലെങ്കിൽ 200 ഗ്രാം പെഡിഗിരി അത് വെള്ളത്തിലാക്കിയിട്ട് കൊടുക്കുക ചെയ്യാം. 2 നേരം ഫുഡുള്ളൂ. നമുക്ക് ഫുഡ് കിട്ടിയ അവൾ ഉദ്ദേശിച്ച സാധനമാണോ, ആ മണത്ത് നോക്കി വേണോ വേണ്ട എഴുതിയിട്ട് ഒന്ന് ഉച്ചയാകുമ്പോഴേക്ക് തിന്ന് തീർക്കുള്ളത്. അപ്പോൾ അവളവിടെ ഇന്ന് കഴിക്കട്ടെ. നമ്മൾ ഈ നായ്ക്കളൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നല്ലവണ്ണം കൈ വേണം. നമ്മളെന്ത് വളർത്തണാണോ കുളിപ്പിക്കണാണോ നോക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ചെറിയ രോമങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോഴൊക്കെ വായിലൊക്കെ കഴിഞ്ഞ് വയറുവേദന കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നല്ലോണം വൃത്തിയായിട്ട് കൈയും കാലും കേൾക്കുന്ന ശേഷം മാത്രമേ ഞാൻ ഉള്ളിലേക്ക് കയറുള്ളൂ. ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ വേർപ്പൊക്കെ തുടങ്ങാൻ വേണ്ടി ഞാൻ കുറച്ച് സിറ്റൗട്ടിൽ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം. ആ സമയത്താണ് എനിക്ക് 5 ഇളം ചൂടുവെള്ളം കൊണ്ടുവരും. പിന്നെ അന്നത്തെ ദിവസത്തെ കണ്ടൻറ്റിനെ പറ്റി ചർച്ച ചെയ്യും. കുറച്ച് ഇരുന്നിട്ട് എന്താണ് കണ്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ച് രണ്ടോളം ഡിസ്കസ് ചെയ്യും. ഡിസ്കസ് ചെയ്യുന്ന സമയത്തിന് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചിലൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല, അവൾ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ രണ്ടൊക്കെ ഇഷ്ടപ്പെടാത്തത് അതാണെങ്കിൽ ഞങ്ങൾ ഒഴിവാക്കും. ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടപ്പെടില്ല, അവൾ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ ഇന്നത്തെ വീഡിയോനെ ഞാൻ അവളെ കാണാതെ എടുക്കുന്നത്. ഇപ്പോൾ കണ്ടപ്പോൾ ഒരു ചമ്മലുണ്ട്. ആ വീഡിയോയിൽ കാണുന്ന കോലല്ല, പണിയിട്ട് വരുമ്പോഴുള്ള കോലാണ്. അത് കാണിച്ചതിന് അവൾക്ക് എന്നോട് ദേഷ്യമുണ്ട്. രാവിലെ വീടിൻ്റെ മുന്നേ കാണാൻ ഭയങ്കര ഭംഗിയാണ് പ്രകൃതി. പക്ഷെ ഒരു 11 മണി കഴിഞ്ഞാണ്ടല്ലോ ഇതിൻ്റെ മുന്നിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. അത്രയ്ക്കും വെയിലും ചൂടായിരിക്കും. ബ്ലാക്കിൻ്റെതും കോഴിക്കളതും എല്ലാം കഴിഞ്ഞ് യൂട്യൂബ് ചാനലിൽ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെല്ലുന്നത് നേരെ എൻ്റെ കുട്ടികളുടെ അടുത്തേക്കാണ്. അവരെ ഉണർത്തേണ്ട ഉത്തരവാദിത്തം എനിക്കാണ്. ഞാൻ വിളിച്ചാൽ മാത്രമേ ഉണരുള്ളൂ. അപ്പോൾ ആ പേടിയിൽ ഞാൻ അവരെ ഉണർത്തും. ഞാൻ 2-3 സൗണ്ടൊക്കെ ഇടുമ്പോൾ അവർ ഓട്ടോമാറ്റിക് എണീക്കും. പിന്നെ അവരെ കൂടെ 5 മിനിറ്റ് ഞാൻ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇങ്ങനെ അഞ്ജുവിൻ്റെ വിളി വരും, സ്കൂളിൽ പോകാൻ നീക്കി പറഞ്ഞിട്ട്. അടുക്കള ചെല്ലുമ്പോൾ അവൾ പാട്ടൊക്കെ വെച്ചിട്ട് അടുക്കള പണിയിലാക്കും. അടുക്കള എത്തിക്കഴിഞ്ഞാൽ അവൾക്ക് കുറച്ച് അഹങ്കാരം കൊടുക്കും. അപ്പോൾ ഞാൻ അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ടതെന്ന് ചെയ്യും. അവളെ ഒറിജിനൽ സ്വഭാവം അതാ കണ്ടോളൂ. അപ്പോൾ എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി ഗ്ലാസ്സിൽ വന്ന് മുട്ടാണ്. അവളെ വിചാരിച്ച് ഞാനൊന്നും കാണണം. ഞാൻ വീഡിയോ ഓണാക്കിയിട്ട് നിർത്തി. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ അവളെ തനി സ്വഭാവം എല്ലാവരും കണ്ടോളൂ. തനി സ്വഭാവം ഇതാണ് അവൾ. 5 ഇങ്ങനെയാണ്. കറക്റ്റ് 9:00 കുഞ്ഞുമായിട്ട് വന്നു. വണ്ടി ടയർ പഞ്ചർ ഒട്ടിച്ച് തന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി തുടങ്ങുന്ന സമയമായി. അപ്പോൾ ഓക്കെ, ബൈ.